ലൈംഗികതയിൽ രതിമൂർച്ചയ്ക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു അവയവമുള്ളത് സ്ത്രീകൾക്ക് മാത്രമാണ്. ഇതിൻ്റെ പേരാണ് ക്രിസരി. എന്നാൽ നിങ്ങളിൽ എത്ര പേർക്കറിയാം ഈ ക്രിസരി യോനിയുടെ എത്രയടുത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതും ഈ രതിമൂർച്ചയിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ള സത്യം? ഇത് വളരെ കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ്. ഈ ഒരു നിർണായക ദൂരത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ക്ലിറ്ററൽ വെജിനൽ ഡിസ്റ്റൻസ് അഥവാ CVD. എന്തുകൊണ്ടാണ് ഈ ക്രിസരിയും യോനിയും തമ്മിലുള്ള ദൂരത്തിന് ഇത്രയധികം പ്രാധാന്യമുണ്ടാകുന്നത്? എങ്ങനെയാണ് ഈ ദൂരം സ്ത്രീകളുടെ രതിമൂർച്ചയെ ബാധിക്കുന്നത്? എന്താണ് ഏറ്റവും ഉചിതമായ ദൂരം? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള മറുപടിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്ററും നോൺ മെഡിക്കൽ സെക്ഷുവൽ ഹെൽത്ത് കൺസൾട്ടൻറ്റുമാണ്. ഈ വീടുകൾ വാങ്ങുകയും മറിച്ച് വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാർ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്. ഒരു വസ്തുവിൻ്റെ മൂല്യവും വിലയും ഒക്കെ നിശ്ചയിക്കുന്നത് അത് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷനാണ് എന്ന്. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ഈ ക്രിസരി സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷനും. കാരണം അത് യോനിയുടെ പ്രവേശന ദ്വാരത്തിൽ നിന്നും എത്ര ദൂരം മാറിയാണോ സ്ഥിതി ചെയ്യുന്നത് അതിനനുസരിച്ച് ഒരു പെനിട്രേറ്റീവ് സെക്സിലൂടെ, അതായത് ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന സെക്സിലൂടെ ഒരു രതിമൂർച്ചയിലെത്തുവാൻ വളരെയധികം പ്രയാസമായിരിക്കും. എന്താണ് അതിന് കാരണമെന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് ഈ ക്രിസരി സ്ഥിതി ചെയ്യുന്നത് എവിടെയായിട്ടാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. പക്ഷേ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. ലൈംഗിക പ്രശ്നങ്ങളിൽ 90% ബുദ്ധിമുട്ടുകളും പരിഹരിക്കാൻ നിങ്ങൾക്കൊരു ഡോക്ടറിൻ്റെയോ മരുന്നിൻ്റെയോ ഒന്നും ആവശ്യമില്ല. അതിന് വേണ്ടത് ശരിയായ അറിവും എന്തുകൊണ്ടാണ് ലൈംഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു മനസ്സിലാക്കി തരുന്ന ഒരു നോൺ മെഡിക്കൽ സെക്ഷുവൽ ഹെൽത്ത് കൺസൾട്ടേഷനും മാത്രം മതി. ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എവിടെയാണ് ഈ ക്രിസരി എന്ന് പറയുന്ന അവയവം സ്ഥിതി ചെയ്യുന്നത്? പല സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വജൈന എന്ന് തെറ്റായിട്ട് വിളിക്കുന്ന വൾവയ്ക്ക് മുകളിലായിട്ടാണ് ഈ ക്രിസരി സ്ഥിതി ചെയ്യുന്നത്. ഈ വജൈന എന്ന് പറയുന്നത് സത്യത്തിൽ പുറമേ നിന്ന് കാണാൻ പറ്റുന്ന ഒരു അവയവമല്ല. അത് ഒരു സ്ത്രീയുടെ ശരീരത്തിനുള്ളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്താണ് ഈ ക്ലിറ്ററൽ വജിനൽ ഡിസ്റ്റൻസ് അഥവാ CVD എന്ന് പറയുന്നത്? യോനിയുടെ പ്രവേശന കവാടം മുതൽ ക്രിസരിയുടെ അഗ്രഭാഗം വരെയുള്ള ദൂരത്തിനാണ് ഈ ക്ലിറ്ററൽ വെജിനൽ ഡിസ്റ്റൻസ് അഥവാ CVD എന്ന് പറയുന്നത്. ഇത് എല്ലാ സ്ത്രീകളിലും ഒരുപോലെ അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്താണ് ഈ ഒരു ദൂരവ്യത്യാസം കൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്? പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പോലെ സ്ത്രീകൾക്ക് രതിമൂർച്ചയുണ്ടാകുന്നത് പുരുഷന്മാർ അവരുടെ ലിംഗം ആഴത്തിൽ യോനിക്കുള്ളിൽ പ്രവേശിപ്പിച്ച് സെക്സിൽ ഏർപ്പെടുന്നത് കൊണ്ടല്ല. പിന്നെങ്ങനെയാണ്? ഒരു പുരുഷന്റെ ഉദ്ധരിച്ച ലിംഗം യോനിയുടെ ഭിത്തികളിൽ സ്പർശിക്കുമ്പോൾ, അതായത് ഇംഗ്ലീഷിൽ വജിനൽ വാൾസ് എന്ന് പറയുന്ന പ്രദേശത്ത് സ്പർശിക്കുമ്പോൾ ആ സ്പർശനത്തിലൂടെ ഉണ്ടാകുന്ന ഫ്രിക്ഷനിലൂടെയും സമ്മർദ്ദത്തിലൂടെയും ഒക്കെ ക്രിസരിക്ക് ഉണ്ടാകുന്ന നേരിട്ടല്ലാത്ത ഒരു ഉത്തേജനം വഴി. എന്താണ് ഈ ക്രിസരിയുടെ നേരിട്ടല്ലാത്ത ഉത്തേജനം എന്ന് പറയുന്നത്? ഈ ക്രിസരി എന്ന് പറയുന്നത് 2 കാലുകളുള്ള ഒരു ട്രൈപോഡ് മാതിരിയാണ്. ഇതിൻ്റെ അഗ്രഭാഗം മാത്രമാണ് നിങ്ങൾക്ക് വൾവയ്ക്ക് മുകളിലായിട്ട് പുറമേ നിന്ന് കാണുവാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം ഈ മഞ്ഞുകട്ട മാതിരി ഒരു സ്ത്രീയുടെ യോനിയെ സ്പർശിച്ചുകൊണ്ട് ശരീരത്തിനുള്ളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ യോനിയെ സ്പർശിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്ന ഈ ക്ലിറ്ററൽ ക്യൂറ എന്നും ബൾബുകൾ എന്നും ഒക്കെ വിളിക്കുന്ന ക്രിസരിയുടെ 2 കാലുകൾക്കും ഇറക്ടൈൽ ടിഷ്യൂസിനുമൊക്കെ ആ യോനിയുടെ ഭിത്തികളിലൂടെ ലഭിക്കുന്ന ഒരു ഇൻഡയറക്റ്റ് സ്റ്റിമുലേഷനിലൂടെയാണ് മിക്ക സ്ത്രീകളും രതിമൂർച്ചയിലെത്തുന്നത്. അല്ലാതെ പല പുരുഷന്മാരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പോലെ അടിച്ച് സെക്സ് ചെയ്യുന്നത് കൊണ്ടല്ല. അപ്പോൾ ഈ ക്രിസരി സ്ഥിതി ചെയ്യുന്നത് യോനിയിൽ നിന്നും വളരെ അകലെയാണെങ്കിൽ അവിടെ വേണ്ട രീതിയിൽ ഒരു ഉത്തേജനം ലഭിക്കത്തില്ല. ചുരുക്കം പറഞ്ഞാൽ ഒരു സ്ത്രീയെ രതിമൂർച്ചയിൽ എത്തിക്കുന്നതിന് നിങ്ങൾക്ക് കുറച്ച് എഞ്ചിനീയറിംഗ് സ്കിൽസുകൾ കൂടെ അറിഞ്ഞിരിക്കണം എന്ന് സാരം. ഈ CVD അഥവാ ക്ലിറ്ററൽ വെജിനൽ ഡിസ്റ്റൻസ് ഒരു സ്ത്രീയുടെ രതിമൂർച്ചയിൽ വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ള സത്യം ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് ഫ്രഞ്ച് ചക്രവർത്തിയായ സാക്ഷാൽ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ സഹോദരിയുടെ കൊച്ചുമകളായ, അതായത് ഗ്രേറ്റ് ഗ്രാൻഡ് നീസായ മെറി ബോണപ്പാർട്ടായിരുന്നു. വിഖ്യാതനായ സൈക്കോ അനലിസ്റ്റായ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഒരു ശിഷ്യ കൂടിയായിരുന്നു ഈ മെറി ബോണപ്പാർട്ട്. സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്നും ബാക്കിയുള്ള സ്ത്രീകളുമായിട്ടുള്ള സംഭാഷണത്തിൽ നിന്നുമൊക്കെ മെറി ബോണപ്പാർട്ടിന് മനസ്സിലായി ബഹുഭൂരിഭാഗം സ്ത്രീകൾക്കും ഒരു ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന സെക്സിലൂടെ രതിമൂർച്ചയിലെത്താൻ സാധിക്കത്തില്ല എന്നുള്ള സത്യം. പക്ഷേ നിർഭാഗ്യവശാൽ അവർ ജീവിച്ചിരുന്ന 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ലൈംഗികതയും ലൈംഗിക താല്പര്യങ്ങളെയും ഒക്കെ പൂർണ്ണമായിട്ടും അവഗണിച്ചിരുന്ന ഒരു ലോകമായിരുന്നു. ഈ ആധുനിക വൈദ്യശാസ്ത്രം എന്ന് നമ്മൾ ഇന്ന് വിശേഷിപ്പിക്കുന്ന ഈ മോഡേൺ മെഡിക്കൽ സയൻസ് വ്യക്തമായ സ്ത്രീ വിരുദ്ധതയുടെയും കൂടെ ഒരു ശാസ്ത്രമായിരുന്നു. ഇത് ഇന്നും നമുക്ക് ഫിംഗർ ടെസ്റ്റിങ്ങും തിക്ക് ഹൈമൻ സർജറിയും പോലെയൊക്കെയുള്ള തട്ടിപ്പ് ചികിത്സകളിലൂടെ കാണുവാൻ സാധിക്കും. എന്തുതന്നെയായാലും ഈ പ്രതിസന്ധികളൊന്നും തന്നെ വകവയ്ക്കാതെ മെറി ബോണപ്പാർട്ട് സ്ത്രീകളുടെ രതിമൂർച്ചയിലുള്ള അന്തരത്തെപ്പറ്റി പഠനം നടത്തുവാൻ തീരുമാനിച്ചു. പഠനത്തിന്റെ ഭാഗമായിട്ട് അവർ മൊത്തം 240 സ്ത്രീകളിലും മൃതശരീരങ്ങളിലുമായിട്ട് കാലിപ്പേഴ്സ് എന്ന് വിളിക്കുന്ന മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് ഈ യോനിയും ക്രിസരിയും തമ്മിലുള്ള ദൂരം കൈകൊണ്ട് അളന്ന് കണ്ടുപിടിക്കുവാൻ തുടങ്ങി. ആ പഠനത്തിൽ അവർ കണ്ടെത്തിയത് ഈ
ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന സെക്സിലൂടെ രതിമൂർച്ചയിലെത്തുന്ന സ്ത്രീകൾക്ക് ഈ ക്രിസരിയും യോനിയും തമ്മിലുള്ള ദൂരം വളരെ കുറവായിരിക്കും എന്നാണ്. കാരണം ഈ ദൂരം കുറയുന്നതിനനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇൻഡയറക്റ്റ് ക്ലിറ്ററൽ സ്റ്റിമുലേഷൻ കൂടുതൽ വർക്കാകും. ഇവരുടെ ഈ കണ്ടെത്തൽ 1953 പബ്ലിഷ് ചെയ്ത ഫീമെയിൽ സെക്ഷുവാലിറ്റി എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മെറി ബോണപ്പാർട്ട് 50കളിൽ നടത്തിയ ഈ പഠനം 2004 രണ്ട് സെക്സ് ഗവേഷകരായ ഡോക്ടർ എലിസബത്ത് ലോയിഡും ഡോക്ടർ കിം വാലനും MRI സ്കാൻ ഉപയോഗിച്ച് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതായത് ഈ ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന സെക്സിലൂടെ ഒരു രതിമൂർച്ചയിലെത്തുന്ന സ്ത്രീകൾക്ക് ഈ ക്രിസരിയും യോനിയും തമ്മിലുള്ള ദൂരം വളരെ കുറവായിരിക്കും എന്നുള്ള വസ്തുത. അപ്പോൾ ഇനി എന്താണ് ഈ ഉചിതമായ ദൂരം എന്ന് പറയുന്നത്? യോനിയുടെ പ്രവേശന ദ്വാരത്തിൽ നിന്നും 2.5 സെന്റിമീറ്ററിന് ഉള്ളിൽ. അപ്പോൾ ഇതിൽ കൂടുതൽ അകലമുള്ള സ്ത്രീകൾക്ക് ഒരു രതിമൂർച്ചയിലെത്തുവാൻ ക്രിസരിയെ നേരിട്ട് ഉത്തേജിപ്പിക്കേണ്ടത് ആവശ്യമായിട്ട് വരും. ചുരുക്കം പറഞ്ഞാൽ ഈ രതിമൂർച്ച എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകളിലും ഒന്നേ ഉള്ളൂ. അത് യോനിയിലൂടെയുള്ള ഇൻഡയറക്റ്റ് സ്റ്റിമുലേഷനിലൂടെ ആയാലും ക്രിസരിയുടെ നേരിട്ടുള്ള ഉത്തേജനത്തിലൂടെയായാലും ഇത് രണ്ടും ഉത്ഭവിക്കുന്നത് ക്രിസരിയിൽ നിന്ന് തന്നെയാണ്. വ്യത്യാസമുള്ളത് ആ രതിമൂർച്ചയിലെത്തുന്ന രീതിയിൽ മാത്രമാണ്. അപ്പോൾ ഇതിൽ നിന്ന് സ്ത്രീകൾക്കെല്ലാം ഒരു കാര്യം ഉറപ്പിക്കാം: നിങ്ങൾക്ക് ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന സെക്സിലൂടെ ഒരു രതിമൂർച്ചയിലെത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രശ്നമല്ല, മറിച്ച് നിങ്ങളുടെ ശരീരം എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് യൂസർ മാനുവൽ വായിച്ച് മനസ്സിലാക്കാത്തതിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് സംഗീത് സെബാസ്റ്റ്യൻ സൈനിങ് ഓഫ് ഫോർ VVox. Just sex, no shame.